ഈ സ്ത്രീകളില് 40 എന്നൊരു വയസ്സിന് ശേഷം സ്ത്രീകളിൽ 40കളിൽ പ്രണയം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി ഹൈപ്പ് ചെയ്യുന്നുണ്ട്. സ്ത്രീകളില് ഇപ്പൊ ഈ 40കൾക്ക് ശേഷമാണ് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ലെങ്കിൽ ഈ സ്വന്തം പാർട്ട്ണർ അല്ലാതെ മറ്റൊരു പുരുഷനിലേക്കൊരു ആകർഷണം തോന്നുന്നത്. അത് എത്രത്തോളം ശരിയാണ് സൈക്കോളജിക്കലി? അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ദാമ്പത്യത്തിൽ കുറച്ചൊക്കെ മടുപ്പ് അനുഭവപ്പെടുന്നുണ്ടാവും. റിപ്പീറ്റേഷൻ, ചിലപ്പോൾ ഈ ഹസ്ബൻഡ് എന്ന് പറയാം, അവർക്ക് കുറേ കഴിയുമ്പോൾ ഇതിനോട് താല്പര്യക്കുറവൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു ലോൺലെസ്, പിന്നെ മിക്കവാറും റെസ്പോൺസിബിലിറ്റി ഒക്കെ ആ സമയത്ത് കൊണ്ട് ഏകദേശമൊക്കെ സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രീ ആയിരിക്കുന്ന ലോൺലി ആയിരിക്കുന്ന സമയത്ത് ഒരു കെയർ, അറ്റൻഷനൊക്കെ കിട്ടാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ മിക്കവരിൽ ആ സമയത്ത് ഒരു ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയകളൊക്കെ അതിന് കുറേ കണക്ട് ചെയ്യുന്നുണ്ട്. മുമ്പ് നമ്മൾ മറ്റേ ആളായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുകളുള്ളപ്പോൾ ഇപ്പോൾ വളരെ ഈസി ആയിട്ടൊരു ചാറ്റ് ബോക്സിലൂടെ, ചാറ്റിലൂടെയൊക്കെ ആയിട്ട്, ടെലിഗ്രാമിലും എന്തിലൊക്കെ ആയിട്ട് നമുക്ക് അതിലൂടെ കണക്ട് ചെയ്ത് പുതിയ റിലേഷൻഷിപ്പിലേക്ക് വരും. അപ്പോൾ എന്താണോ എനിക്കിവിടെ കിട്ടാതിരുന്ന അറ്റൻഷനും കെയറും ഇതൊക്കെ അതിലൂടെ കിട്ടി വരുന്ന സമയത്ത്, കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. ആദ്യം ഡോപ്പാമിൻ വരും, പിന്നീട് ഓക്സിറ്റോക്സിൻ വരും. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ടെംപ്റ്റേഷൻ വരും. അത് നമുക്കൊരു പ്ലഷറൊക്കെ വന്നിട്ട് ഒരു ഫാൻറ്റസിയിലൊക്കെ പോയിട്ട് പിന്നീട് അത് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതൽ വന്നിട്ടുണ്ട്. ഈ സംഗതികൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ ക്ലിനിക്കിലും സെയിം കേസുകൾ വന്നിട്ടുണ്ട്. ഒരൊറ്റ വാക്കിൽ ചോദിച്ചാൽ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തെറ്റാണോ ശരിയാണോ? ഇത് തെറ്റെന്നും ശരിയെന്നും പറയാൻ ഞാൻ യോഗ്യനല്ല. ബേസിക്കലി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയുടെയും നമ്മുടെ ലോ പ്രകാരം ഒരു മതത്തിൻ്റെ ഇതനുസരിച്ച് അതൊരു സിന്നാണ്. നമ്മൾ ഒരു കൾച്ചറിൻ്റെ ഇതനുസരിച്ച് അത് തെറ്റാണ്. പക്ഷെ ആ വ്യക്തികളുടെ അവർ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരൊരു നീഡായിരിക്കാം. അപ്പം നമുക്കതിന് ശരി തെറ്റെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ശരിക്കും ശരിയും തെറ്റും ഇല്ലെന്നാണ് എൻ്റെ ഒരു ഒന്നിലും. കാരണം അത് ആപേക്ഷികമാണ്. ഓരോരുത്തരുടെ അവരുടെ കൾച്ചറും ഇതും അനുസരിച്ച്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളും ഭയങ്കര തെറ്റാണ്. പക്ഷെ അമേരിക്കൻ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ പലതും ഇറ്റ്സ് ഓക്കെ എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ്സ് ഡിപ്പെൻസ് ആണ്.